ഇതാണ് ഹവ ബീച്ചിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹവ ബീച്ചിൽ താഴോട്ട് ഇറങ്ങി പോകാം. അതിൻ്റെ റോഡ് സൈഡാണ് നമ്മൾ നിൽക്കുന്നത് മുകളിൽ. വണ്ടി പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. സീസൺ ടൈമൊക്കെയാണ്, ഒരു സമയം ലീവ് സമയമൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. അതാണ് ഹവ ബീച്ച്. ഇനി നമ്മൾ താഴേക്ക് പോകാം. ഓക്കെ, ഇപ്പം പോകുന്ന വഴികൾ, കടകളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ, എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളതും ഡെവലപ്പായിട്ടുള്ളത് ഈ ബീച്ച് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇതുണ്ടോ, ഇതൊരു സാധനങ്ങളുള്ള കടയാണ്. പേൾ ആർട്ട് ഗാലറി. ഇതൊക്കെ സാധനങ്ങളല്ലേ, ഓരോ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് വാങ്ങി വെച്ചിട്ടുള്ളതെന്നാണ് പിടിയില്ലാത്തത്. ഇതും അതേപോലത്തെ ഒരു കടയാണ്. ഇതും ക്രാഫ്റ്റ് ഷോപ്പാണ്. ചായക്കട ഇഷ്ടംപോലെ ഉണ്ട്. ചായയും വട, പരിപ്പ് വട, വട, ബജ്ജി തുടങ്ങിയ എല്ലാ സാധനങ്ങളും, സ്നാക്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. നോർമൽ ഹോട്ടലൊക്കെ ആയിരിക്കും, സംഭവമുള്ളതായിട്ടിരിക്കില്ല. ബോർഡ് മാത്രം വലുതായിരിക്കും. മീൽസ് റെഡി ചെയ്യാൻ നല്ല മണം വരുന്നുണ്ട്. ഇവിടെയും ഒരു ആർട്ട് പാലസ് ഉണ്ട്. ആർട്ട് പാലസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഹോട്ടൽ അടച്ചിട്ടേക്കുന്നു. ഇവിടെ ആർട്ട് പാലസ് ഉണ്ട്, എക്സ്പോർട്ടൊക്കെ ചെയ്യും. ചെറുതാണ് രസമുണ്ട്, നല്ല രസമാണ്. പിന്നെ വ്യൂ എക്സ്ചേഞ്ച്, സ്പീഡ് ബോട്ട്, കോവളം, ബോട്ടിങ്, എലിഫൻറ്റ് റൈഡ്, ഇതൊക്കെ ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ഇത് ഇവിടെ കൊണ്ടുവന്ന സംഭവമാണ്. ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച്, അതൊക്കെ ഉണ്ടോ? നമുക്ക് പോയി നോക്കാം. അമ്പലത്തിൽ വീട്ട് ഉഗ്രമൂർത്തി ക്ഷേത്രം. ഇതുവരെയാണ് ഇറങ്ങുന്നത് കേട്ടോ, ബീച്ചിലേക്ക് പോകാൻ. ഇതാണ് ബോർഡ്. ദേവി ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു ചായക്കട. അവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുത്തെ കോളം ബീച്ചിൽ ബസ്സിലൊക്കെ പോകുന്നവർ, ബസ്സിൽ വന്ന് ഇറങ്ങുന്നവരും ഇവിടെയാണ് വരുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് എന്നും പറയാം, ബസ് സ്റ്റോപ്പ് എന്നും പറയാം. ഇത് ഇവിടുത്തെ ഡ്രസ്സ്. പണ്ടൊരിക്കലും ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിയായിരുന്നു. വളരെ ചീപ്പായിട്ടാണ് കിട്ടിയത്. നല്ല തുണി, വലിയ മോശമുള്ള സംഭവമൊന്നുമല്ല, നല്ല തുണിയാണ്. ഇത് ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടി ഡ്രസ്സുകൾ. ഈ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് തിരക്കില്ല. അപ്പം സീഷൽ ഷോപ്പ്. ഇങ്ങനെ താഴേക്ക് നടന്ന് പോകും. വൈഡ്
റൂംസ്, എ സി നോൺ എ സി റൂംസ്. ഇതാണോ? ഇതൊക്കെ നോർമൽ വേഷനാണ് കേട്ടോ. ഇതൊരു തുണിക്കട. തുണിക്കടകളാണ് ഇവിടെ കൂടുതൽ. ഇതേപോലെ സംഭവത്തിലാണ് ഞാൻ കണ്ട് വീട്ടിടാൻ വേണ്ടി വാങ്ങിയത്. ഷോർട്ട്സും ബനിയനൊക്കെ കുട്ടികൾക്കുള്ള. ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഹാറ്റൊക്കെ വാങ്ങിക്കാം. തൊപ്പികളൊക്കെ എന്ത് രസമാക്കി ഈ സായിപ്പന്മാരുടെ അവരുടെയൊക്കെ തൊപ്പി. ഹാറ്റ് എന്നാണ് പറയുന്നത്. ഉള്ളിൽ ചിപ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കന്യാകുമാരി ഉണ്ട്. ശംഖുകളൊക്കെ എന്നാ രസമല്ല. എല്ലാ ടൈപ്പ് ശംഖുണ്ട്. രസമുണ്ടല്ലേ. ആയുർവേദിക്കാണ്. എന്താണ് കടൽ പരീക്ഷണ കേന്ദ്രം. മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ്. പിള്ളേർക്ക് കളിക്കാനൊക്കെ കടലുകൾ. ഫുള്ള് തുണികളാണ്. വലിയ റേറ്റൊന്നും എടുക്കത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിക്കുള്ളതാണ്. കോവളം ബീച്ച് ഹോട്ടൽ. ഇത് കൊള്ളാം. ഇത് നല്ല രസമുണ്ട്. റിസോർട്ട് ലൈക്ക് ഫീൽ കൊള്ളാം. ഈ കേരളീയൻ രീതിയിൽ ഉള്ള ഒരു ഹോട്ടലാണ്. സായിപ്പുകാരാണ് കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നത്. അവർക്ക് ഈ ബീച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ബീച്ചും പബ്ബും പിന്നെ ഡ്രിങ്ക്സ്. ഇതിൽ പുലികളാണ് ഇതൊക്കെ. ഫ്രഞ്ചുകാർ, പോർച്ചുഗീസ് തുടങ്ങിയവർ. ഈ KTTCയിലൊക്കെ മിക്കത് ബുക്ക് ചെയ്യുന്നവർ ഇവരൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇനി ബീച്ചിനടുത്ത് എത്താറായി. തണുത്ത കാറ്റ് വീശുന്നില്ല കേട്ടോ. നല്ല വലിയ തണുപ്പൊന്നുമില്ല. ചൂട് കിട്ടുന്നുണ്ട്. ഇവിടെയും തുണികളേ ഉള്ളൂ. ബീച്ചെടുത്തെത്താറായി. ഇതാണ് ബീച്ച്, ഹവ ബീച്ച്. ഫൈനലി വി എന്റർഡ് ഹവ ബീച്ച്. അതെ, ബീച്ചിടക്കണ കിടപ്പുണ്ട്. കുറച്ചുകൂടി ടൂറിസ്റ്റ് പ്ലേസൊക്കെ നമ്മളൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യണം ഗവൺമെൻറ് നല്ല രീതിയിൽ.
കാരണം ഇതൊക്കെ ഒരു ഫേമസ് ആയ ഒരു ബീച്ചാണത്. എല്ലാ ടൂറിസ്റ്റ് പേഴ്സൺസും വരുന്നതാണ്. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ. മഴ വന്ന സമയമാണ്. മഴ ഒന്നും ഇടയ്ക്കൊന്നും ഇത്രയൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു പായൽ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയടിച്ച് വീണ നല്ല രസമായിരിക്കും. തിരക്കില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ഒട്ടും തിരക്കില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്, ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ. ഇതാണ് എക്സറ്റ് ഹവ ബീച്ച്. ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നു. ഞാൻ നേരത്തെ കുറച്ചുകൂടി ദൂരെയായിരുന്ന ഷോട്ടാണ് ഞാൻ എടുത്തത്. അവിടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇറങ്ങി പോകുന്നു. നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്താണ് ലൈറ്റ് ഹൗസ് വരുന്നത്. ആ മലയല്ലേ, ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് HDC ഹോട്ടലും വരുന്നത്, ലൈറ്റ് ഹൗസൊക്കെ വരുന്നത്. നേരത്തെ ഒരു ബീച്ച് കാണിക്കുന്നു. ആ ബീച്ചൊക്കെ ഒന്നാണ്, പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തെന്നുള്ള മാത്രമേ ഉള്ളൂ. നെയ്ബറുണ്ട്, അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. എൻ്റെ അടുത്തേക്ക് ഇപ്പം എത്ര വരത്തില്ല. എനിക്ക് വെള്ളം നനഞ്ഞ കാല് വെള്ളം നനഞ്ഞിട്ട് എനിക്ക് ഒരു അന്വേഷിക്കുക. അതുകൊണ്ട് ഞാൻ വെള്ളം നനയാറില്ല. സൺസെറ്റാവാൻ പോവുക. ഒരു പയ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ പയ്യൻ ഒരു സൗണ്ട് കേട്ടാണ്, ജസ്റ്റ് മിസ്സാണ്. ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഹവ ബീച്ചിൻ്റെ വിശേഷം വലുതായിട്ടൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. മാറ്റങ്ങൾ ഒരുപാട് വരുത്താനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് പ്ലേസ്, മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ഗവൺമെൻറ് ഒന്നുകൂടി അതിൽ കോൺസെൻട്രേഷൻ ചെയ്തെങ്കിൽ കുറച്ച് നീറ്റാക്കാം. പിന്നെ അതേപോലെ റോഡുകളും കിടപ്പുണ്ട്, അത് വേറെ കാര്യം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ വെള്ളമൊന്നും കാണുന്നില്ല. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കാട്ടി പുതിയ പുതിയ വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സോ ഇനി അടുത്ത വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പം ഗുഡ് ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും എൻ്റെ നന്ദി.